ഉത്തരം പറയുന്നവർക്ക് ഒരു സമ്മാനം തരും. വലിയ നോട്ടൊന്നുമില്ല, ഇംഗ്ലീഷ് പറഞ്ഞെങ്കിൽ ചെറിയ നോട്ടിയൊക്കെ 100 രൂപ സമ്മാനം കൊടുക്കും. വിശുദ്ധ ബൈബിളിൽ തുടർച്ചയായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഏതാണ് എന്ന് വെച്ചാൽ, ഒരു വിഷയത്തെ കുറിച്ച് തുടർച്ചയായി പറയുന്നതിൽ ഏറ്റവും വലിയ വിഷയം ഏതാണ്? ആർക്ക് വേണമെങ്കിലും പറയാം. ഉറക്കെ പറയണം, ഉറക്കെ പറയണം. സ്നേഹത്തെക്കുറിച്ച് വിഷയം തുടർച്ചയായി പറയുന്ന ഏറ്റവും അധികം അധ്യായങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള തുടർച്ചയായി പറയുന്ന ഏറ്റവും വലിയ വിഷയം അത് അല്ല. മഹോപദ്രവം എന്ന വിഷയമാണ് വിശുദ്ധ ബൈബിളിൽ തുടർച്ചയായി പറയപ്പെടുന്ന വലിയ വിഷയം. ഒരു വിഷയത്തെ കുറിച്ച് പരാമർശിക്കാൻ വിശുദ്ധ വേദപുസ്തകം തുടർച്ചയായി 16 അധ്യായങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള വിഷയം മഹോപദ്രവമാണ്. ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ ഏറ്റവും അധികം അധ്യായങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത് അബ്രഹാമിനെ കുറിച്ചാണ്. 15 അധ്യായങ്ങളുണ്ട്. ഒരു അബ്രഹാം വിശ്വാസ ജീവിതത്തെ കാണിക്കും. ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ ഏറ്റവും അധികം അധ്യായങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ വ്യക്തി യോസഫാണ്. യോസഫ് വിശുദ്ധ ജീവിതത്തെ കാണിക്കുന്നു. അത് 14 അധ്യായങ്ങൾ. എന്നാൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയുള്ള 16 അധ്യായങ്ങൾ മഹോപദ്രവത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ദൈവസഭ ഭൂമിയിൽ എടുക്കപ്പെട്ടതിന് ശേഷം എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന മഹാപീഡയെ കുറിച്ചാണ് പറയുന്നത്. ഈ മഹോപദ്രവത്തെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. മഹോപദ്രവത്തെ കുറിച്ച് സഫന്യാവ് പ്രവചിച്ചിട്ടുണ്ട്. മഹോപദ്രവത്തെ കുറിച്ച് ദാനിയേൽ അല്പം വിശദമായി പറഞ്ഞിട്ടുണ്ട്. മഹോദരത്തെ കുറിച്ച് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മഹോദരത്തെ കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്.